നോക്കിയാടേ. നമുക്ക് പോയാലോ? വർണ്ണങ്ങൾ ചാലിച്ചെഴുതും വാനമോ നീ, കുളിരായി പെയ്തിറങ്ങും കാർമുകിലോ നീ, ഉലകിൽ പാറി നിൽക്കും തുമ്പിയായി നീയും കാറ്റിൻ മൃദുതാളങ്ങൾ തഴുകുകയോ. പ്രിയമോഹം പകരും നിൻ ഹൃദയം തുടിക്കവേ, പല നാളായാലും നീ മനം കിതയ്ക്കവേ. സ്വപ്നജാലകം തീർക്കുവാൻ നീ വരുമോ? വർണ്ണങ്ങൾ ചാലിച്ചെഴുതും വാനമോ നീ, കുളിരായി പെയ്തിറങ്ങും കാർമുകിലോ നീ. പുലരികൾ തേടിയോ പുതുതീരങ്ങൾ, ഉണരുവാൻ വൈകിരാവും, മൊഴിയുവാൻ കഴിയാതെ ഏതോ നോവിൽ തൊട്ടാവാടിതൻ പീലിയും ഉരുകുന്നു. തേൻ നുകരുവാൻ കാത്തു നിൽക്കും ഈ വണ്ടുമീട്ടും രാഗമാ, മിഴിയഴകിലായി നോക്കി നിന്നുപോയി മലരായി വിരിഞ്ഞു നിൽക്കേ. വർണ്ണങ്ങൾ ചാലിച്ചെഴുതും വാനമോ നീ, കുളിരായി പെയ്തിറങ്ങും കാർമുകിലോ നീ. കാതിലായി മൂളുവാൻ കൊതിയായി എന്നുള്ളിലെ പ്രണയാർദ്രവീണം, മൗനം നിറഞ്ഞൊരു പാതയിൽ കാതോർക്കേ. പാദം പതിഞ്ഞ നിമിഷം കൊലുസണിയും താളം, പറയാൻ കൊതിച്ച മധുവെള്ളതും നിശ്വാസം തമ്മില. മധുരം നിറഞ്ഞു ചിരിയിലലിഞ്ഞു മുഖം പടർന്നു നിൽക്കേ. വർണ്ണങ്ങൾ ചാലിച്ചെഴുതും വാനമോ നീ, കുളിരായി പെയ്തിറങ്ങും കാർമുകിലോ നീ, ഉലകിൽ പാറി നിൽക്കും തുമ്പിയായി നീയും കാറ്റിൻ മൃദുതാളങ്ങൾ തഴുകുകയോ. പ്രിയമോഹം പകരും നിൻ ഹൃദയം തുടിക്കവേ, പല നാളായാലും നീ മനം കിതയ്ക്കവേ. സ്വപ്നജാലകം തീർക്കുവാൻ നീ വരുമോ? ഞാനങ്ങ് നടക്കുകയാണ്, നീ പാർട്ടി ഓഫീസിലേക്ക് വന്നാൽ മതി. ഇയാളുടെ മിഠായി പ്രേമം ദൂരെ നിർത്താറായില്ലേ? ഒന്നുമില്ലും പ്രായത്തിലായില്ലേ? അയാൾ പെണ്ണെട്ടാത്തോണ്ടാണ് ഇയാളും പെണ്ണെട്ടാത്തത്. നീ ഇതെന്തറിഞ്ഞിട്ടാ ഇറക്ക? നീയൊക്കെ നെക്രേറ്റ് നടക്കുന്ന കാലത്ത് തുടങ്ങിയാണിത്. നിന്റെ അച്ഛനായിരുന്നെങ്കിൽ
എന്നോട് ഈ വർത്തമാനം പറയില്ല. എന്താ ടീച്ചറെ, മഷി തീരാറായ പേനയെ പോലെ ഒരു തെളിച്ചില്ലല്ലോ. മഷി എത്ര നിറച്ചാലും പേനയ്ക്കൊരു ആയുസല്ലേ സഖാവ്. ഇനി ആർക്ക് വേണ്ടിയാ, എന്തിനു വേണ്ടിയാ ഈ കാത്തിരിപ്പ്? അറിയാടോ, ഈ നാട്ടിലെ ഭൂരിഭാഗം കൃഷിക്കാരും നിന്റെ ചേട്ടൻ മഹേന്ദ്രൻ്റെ കാൽ കീഴിലാണ്. നമ്മൾ ഒന്നാവാൻ തുടങ്ങുന്നിടത്ത് ആ പാവങ്ങളുടെ കഷ്ടപ്പാട് തുടങ്ങും. ഹരിയേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ടീച്ചറെ, ഹരി എന്താടാ? വേഗം വാടാ, ഒരു പ്രശ്നമുണ്ട്. എന്താ സഹകുമാർ എൻ്റെ വീട്ടിലേക്ക്? മഹേന്ദ്ര, നിന്റെ ഈ തീരുമാനം മാറ്റണം. നിന്റെ കീഴിലാണ് ഈ നാട്ടിലെ പാവങ്ങൾ മുഴുവൻ ജോലി ചെയ്യുന്നത്. ഈ കണ്ട പാടം മുഴുവൻ നികത്താനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞങ്ങളതിനെ ശക്തമായി എതിർക്കും. അത് എൻ്റെ സ്വത്ത്, അത് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. മഹേന്ദ്ര, അത് നിന്റെ മാത്രം സ്വത്തല്ല, അതിന് മറ്റൊരു അവകാശം കൂടെ ഉണ്ട്, മറക്കണ്ട. പച്ചേ, ആ അവകാശിയാക്കാനായിട്ടാണ് നീയൊക്കെ നടക്കുന്നത് എനിക്കറിയാം. പക്ഷേ മഹേന്ദ്രൻ ജീവിച്ചിരിക്കുമ്പോ ആ മോഹൻ നടക്കില്ല. മഹേന്ദ്ര, ഞാനൊന്ന് വിരലിനൊടിച്ചാൽ നിന്റെ പെങ്ങൾ എൻ്റെ കൂടെ ഇപ്പം ഇറങ്ങി വരും. പക്ഷെ ഞാനിപ്പോൾ വന്ന അതിനല്ല. നീ എടുത്ത ഈ തീരുമാനം നിന്റെ നാശത്തിനാണ്. മഹേന്ദ്രൻ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഇപ്പൊ കിട്ടിയത് നല്ലൊരു അവസരമാണ്. സ്വാതിയുടെ കാത്തിരിപ്പിന് അർത്ഥം വേണ്ടേ? നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകണം. മഹേന്ദ്രനെ പഠിച്ചൊരു ഭീരുവിനെ പോലെ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് പോകണം എന്നാണോ നീ പറയുന്നത്? എടാ, ഒരു ഒളിച്ചോട്ടം അല്ല ഞാൻ പറഞ്ഞത്. തൽക്കാലം കുറച്ച് ദിവസത്തേക്കൊന്ന് മാറിയേക്കാം. നിങ്ങൾ ഒന്നിക്കാൻ ഇതിന് നല്ലൊരു അവസരം കിട്ടില്ല. എങ്ങനെയാടാ ഞാൻ ഈ നാടും നിന്നെയൊക്കെ വിട്ടു പോവുക? അതിന് നീ എവിടെയും പോകണല്ലോ. തൽക്കാലം ഒന്ന് മാറിയേക്കാം. നിങ്ങൾ ഒന്നിക്കാൻ ഇതിലും നല്ലൊരു അവസരം വേറെ കിട്ടില്ല. ഇതാവുമ്പോൾ മഹേന്ദ്രൻ്റെ ശ്രദ്ധ മുഴുവൻ നിങ്ങളിലാവും. ആ സമയം നമുക്ക് കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങാം. രണ്ടരക്കാണ് ട്രെയിൻ. നീ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അവളെ കൊണ്ട് കടവിലേക്ക് ഞാൻ പോവാം. എന്താ പാർട്ടിക്കാരെൻ്റെ കൊണ്ട് തരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോട്ടെ, നിന്റെ കല്യാണത്തിന് എൻ്റെ ഈ സമ്മാനമായി തരാൻ ഈ കൊടി മാത്രമേ ഉള്ളൂ. എങ്ങോട്ടാ സുധി ഇത്ര ധൃതിയിൽ? ആ നിക്ക്, നീ എങ്ങോട്ടാ പോണതെന്നും എന്തിനു വേണ്ടിയാ പോണതെന്നും ഒക്കെ എനിക്കറിയാം. മഹേന്ദ്ര, നീ വെറുതെ ഉടക്കി നിൽക്കണ്ട. അവരെവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ. അത് പറയാൻ നീ അടച്ചട്ടെ.
അവൻ ഈ നാട്ടിൽ നിന്ന് പോവില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. മഹേന്ദ്ര, നീ വെറുതെ ആളെ കൂട്ടി വന്ന് തെമ്മാടിത്തരം കാണിക്കരുത്. ധൈര്യം നേർക്ക് നേർ കളിക്കടാ, അതാണ് ആണത്തം. അയ്യോ, സഖാക്കന്മാരോട് തർക്കിക്കാൻ ഈ പാവം പ്രമാണിക്കാവില്ലേ? പക്ഷേ ഞാൻ വിചാരിച്ച ഇവിടുത്തെ കർഷകരുടെ അന്നം മുട്ടിക്കാൻ കഴിയും. പട്ടിണി കിടന്ന് ചാവുമല്ല. പക്ഷേ നീ ഇപ്പോൾ എന്നോട് സഹകരിച്ചാൽ പാടം നികത്താനുള്ള പ്ലാൻ ഞാൻ മാറ്റും. നിന്റെ കൂട്ടുകാരൻ്റെയും എൻ്റെ പെങ്ങളുടെയും കല്യാണം ഞാൻ നടത്തി കൊടുക്കും. അതല്ല, എൻ്റെ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ പാർട്ടിക്ക് എൻ്റെ വക 2 രക്തസാക്ഷികളെ ഞാൻ കൊടുക്കും. എൻ്റെ അനുഗ്രഹം ഇല്ലാതെ എൻ്റെ പെങ്ങളുട്ടി എങ്ങോട്ടാ? നീ ഹരിയെ പ്രതീക്ഷിച്ചാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ അവനിനി നോക്കണ്ട. അവൻ പോയി. നിന്നെയും ഈ നാട് വിട്ടവൻ പോയി. അവനക്ക് വലുത് അവൻ്റെ പ്രസ്ഥാനമാണ്, നീയല്ല. ഇല്ല, എൻ്റെ ഹരിയേട്ടൻ അങ്ങനെ ചെയ്യില്ല. എൻ്റെ ഹരിയേട്ടനെ എനിക്കറിയാം. നീ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അതിനുള്ള തെളിവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മഹേന്ദ്രൻ പറഞ്ഞ ശരിയാണ്, ഹരി പോയി. മഹേന്ദ്ര, ചതിച്ചല്ല മഹേന്ദ്ര. അവനെ വല്ല പാർട്ടിക്കാരൻ തീർത്തതിന് എന്റെ പഠിക്കൊന്നും കുറക്കാതെ ഇറങ്ങി പോണമായ. ചതിച്ചതാ, ഞാനാ ചതിച്ചേ. ഞാനാ ചതിച്ചേ. ഞാൻ പറഞ്ഞിട്ടാ ഹരി, ഇവ കാരണോ? ഞാനാ കൊന്നേ, 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 ഞാനാ ചതിച്ചേ, ഞാനാ ചതിച്ചേ, ഞാനാ ചതിച്ചേ, ഞാനാ ചതിച്ചേ, ഞാനാ ചതിച്ചേ, ഞാനാ ചതിച്ചേ, ഞാനാ ചതിച്ചേ.